ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സച്ചേട്ടാ, എന്താടോ തനിക്ക് എന്താ പറ്റിയേ? സച്ചേട്ട രാവിലെ തന്നെ വരുമെന്ന് എനിക്കറിയായിരുന്നു. ആ അത് വെറുതെ. സത്യം പറഞ്ഞ കുറച്ചു നേരമായി ഞാൻ സച്ചേട്ടനെ പ്രതീക്ഷിച്ച് തന്നെ നിൽക്കായിരുന്നു. തനിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി എന്തായിരുന്നു? താൻ പേടിച്ചായിരുന്നല്ലേ? അത് ഞാൻ എപ്പോഴാ ഉറങ്ങിയെന്ന് പോലും എനിക്കറിയില്ല. ആ ഞാനും അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. അല്ല, സച്ചേട്ടൻ ഓഫീസിൽ പോയില്ലേ? ആ പോണം. രാവിലെ ചാർട്ടേഡ് അക്കൗണ്ടിനെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്നാ പിന്നെ തന്നെ ഒന്ന് കണ്ടിട്ട് പോകുന്നു കരുതി. സച്ചി രാവിലെ മുതൽ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഇവള്. വരുമെന്ന് സച്ചി പറഞ്ഞു കാണും അല്ലേ സച്ചി? അല്ല, അനൂപ് ഇപ്പഴാ അങ്ങോട്ട് ഓഫീസിലേക്ക് പോയത്. അല്ല, വന്ന കാര്യം തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ. വാ. അല്ല അച്ഛനെവിടെ? ആ ഇവക്ക് കുറച്ച് ആയുർവേദ മരുന്ന് വാങ്ങിക്കാൻ പോയതാ. ഇപ്പൊ വരും. വാങ്ങേണ്ട മരുന്നിന്റെ ലിസ്റ്റ് എനിക്ക് അയച്ചെന്നാ മതിയായിരുന്നല്ലോ. വരുന്ന വഴിക്ക് ഞാനത് വാങ്ങി വരുമായിരുന്നല്ലോ. ഞാനത് അച്ഛനോട് പറഞ്ഞതാ, പക്ഷെ അച്ഛന് തന്നെ പോയി മേടിക്കണം. ആ മോനെ, നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ആ കുടിക്കാൻ മാത്രം പോരാ, കഴിക്കാൻ കൂടി വേണം. ആ അതിനെന്താ? എന്നാ പിന്നെ ഒരു 5 മിനിറ്റ് നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. അതെ വാ അമ്മേ. സത്യം പറഞ്ഞ താൻ ഇന്നലെ സ്വപ്നം കണ്ട് പേടിച്ചെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ രാവിലെ തന്നെ വന്നേ. എന്ത് സ്വപ്ന കണ്ടത്? അതൊക്കെ പറയാം. സച്ചേട്ടന് കുഞ്ഞിനെ കാണണ്ടേ? പിന്നെ എനിക്ക് എന്റെ മോളെ കാണണ്ടേ? വാ. മോളെ ആ മോളുസേ, അച്ഛന്റെ ചക്കര മോളെ, അച്ഛനൊന്ന് കണ്ണു തുറന്ന് നോക്കി. ഇങ്ങനെയാണ് സച്ചേട്ട കുഞ്ഞുങ്ങളെ എടുക്കുന്നേ? കുറച്ചുകൂടി ചേർത്ത് പിടിക്കുക. ഇങ്ങനെ സച്ചേട്ടൻ കുഞ്ഞിനെ എടുക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ഒരുമാതിരി പേടിച്ചെടുക്കുന്ന പോലെ. മുമ്പൊക്കെ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെ എടുക്കാൻ പേടിയായിരുന്നു. എന്നിട്ടോ ഇപ്പൊ പേടിയില്ലേ? എന്തിന്? ഇവളെന്റെ പൊന്നു മോളല്ലേ. എന്റെ മോളെ എടുക്കാൻ ഞാനെന്തിനു പേടിക്കുന്നേ? അല്ലേ മോളെ? അച്ഛന്റെ മോള് അച്ഛന്റെ കൂടെ വരുന്നോ? ഞങ്ങളൊരു ദിവസം വരും അല്ലേ മോളെ? എന്നിട്ട് സന്ദേശിക്ക് മാത്രം വെടിയുണ്ടോളോ, അതോ എല്ലാവർക്കും വെടിയുണ്ടോ? എന്തൊക്കെ സ്വപ്നങ്ങളോട് താൻ കാണുന്നേ? സ്വപ്നങ്ങളൊന്നും അങ്ങനെ വെറുതെ കാണുന്നതല്ല, അത് നമ്മളെ കാണിക്കുന്ന പിന്നിൽ ചില സൂചനകളുണ്ട്. എടോ അതൊക്കെ വെറുതെയാ. നമ്മളൊക്കെ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നു, അതൊക്കെ എല്ലാം ഫലിക്കാറുണ്ടോ? സ്വപ്നങ്ങളെല്ലാം ഫലിക്കായിരുന്നെങ്കിൽ എന്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു. ഓ ഇവിടെ തനിക്കൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയോ? അവന്തികടത്തിയെ തന്റെ മുഖ്യ ശത്രുവായി താൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുക. അവരെ ശത്രുവായിട്ട് ഞാനെങ്ങും വിചാരിച്ചിട്ടില്ല. അവര് കാരണം താൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അവരോട് താൻ എത്ര ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാലോചിച്ച് നോക്കിയാ അവരുടെ പിന്നാലെ തന്നെയായിരുന്നു താൻ. അങ്ങനെ താൻ അറിയാതെ തന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെ നിറഞ്ഞു നിന്നു. ഓ ജീവിതത്തിലെ ഓരോ നല്ല കാര്യം സംഭവിക്കാൻ വരുമ്പോഴും അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് താൻ ഭയന്നു. ആ ചിന്തയൊക്കെയാ ഇങ്ങനെ സ്വപ്നങ്ങളായിട്ട് വരുന്നത്. അല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ അവര് ഡബിൾ ബാറും ഗണ്ണും കൊണ്ടുവന്ന് വെടിവെക്കാൻ പോവല്ലേ? തന്റെ ഒരു സ്വപ്നം. എന്നെ കളിയാക്കൊന്നും വേണ്ട. ചില സ്വപ്നങ്ങൾ ഫലിക്കും.
എടോ, ഒരാളെ കൊല്ലണം തീരുമാനിച്ച് മറ്റൊരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അയാളെ തടയാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. സച്ചേട്ടൻ എന്ത് പറഞ്ഞാലും തമാശയാ. പിന്നെ ഇതിനൊക്കെ ആരെങ്കിലും സീരിയസ് ആയിട്ട് കാണൂ? വാവേ, അയ്യോ, അയ്യോ, ഇത് ഇവള് മൂത്രം ഒഴിച്ചു. എടീ, അവളെ അച്ഛന് പുണ്യാഹം തെളിച്ച് ശുദ്ധിയാക്കിയതാ. കേട്ടിട്ടില്ലേ ഉണ്ണിമൂത്രം പുണ്യാഹന്ന്? മോളിങ്ങത്താ, ഞാൻ എടുക്കാം. എന്നിട്ട് പോയി കൈ കഴിക്കോ. കള്ളി പെണ്ണ, അവക്ക് നമ്മൾ സംസാരിക്കുന്ന ഇഷ്ടപ്പെട്ട് കാണില്ല. അറ്റൻഷൻ സീക്കിങ് അവൾ ഇപ്പോഴേ പ്രകടിപ്പിച്ചു തുടങ്ങി. അത് പിന്നെ അമ്മയുടെ സ്വഭാവം അവക്ക് കിട്ടാതിരിക്കോ? അല്ലടി മോളെ, ഏത് ആൾക്കൂട്ടത്തിലായാലും തന്റെ വാക്കും പ്രവൃത്തിയും എല്ലാം അറ്റൻഷൻ പിടിച്ചു വരുന്നതല്ലേ. അത് എന്റെ മോക്കും കിട്ടിക്കാണും. അത് കൊള്ളാം. കയ്യില് പുണ്യാഹം തെളിച്ചപ്പോ ഇവള് എന്റെ മോളായി. അതിനു മുമ്പ് അച്ഛന്റെ മോള്. പോയി വാഷ് ചെയ്തിട്ട് വാ. ഓ ഓ ഓ ഓ ഓ, കരയല്ലേ മോളെ. ഓ മോളെ എന്താണ് കരയോ? ചൂടോ? സച്ചി എവിടെ? വാഷ്റൂമില്. മോനെ സച്ചി, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വരുന്നമ്മേ, ഞാൻ കയ്യിൽ കഴിക്കോട്ടെ. ആഹാ, കുഞ്ഞോളപ്പോ അച്ഛന്റെ കയ്യിൽ പുണ്യാഹം തെളിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ അതെ, അവളെ അച്ഛനോടുള്ള സന്തോഷം പ്രകടിപ്പിച്ചതാ. മോനെ വേഗം വാ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിരിക്കുക. ഞാൻ വരുന്നമ്മേ. നീ പാല് കൊടുക്ക. ഓ ഓ ഓ ഓ ഓ ഓ ഓ, കരയല്ലേ മോളെ. ഇതാരേ ഡോക്ടർ? അതെ, ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന എന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ? അവന്റെ ഡോക്ടറാ. ഫ്രണ്ടിന്റെ ഡോക്ടറുടെ നമ്പർ എന്തിനാ സച്ചേട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്നിട്ട് എടുത്ത് സംസാരിക്കാത്ത എന്താ? അല്ല, അത് ഞാൻ പിന്നീട് വിളിച്ചോളാം. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എനിക്ക് വേഗം പോണം. അതെ, ഇനി ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണരുത് കേട്ടോ. ഇവള് അനങ്ങിയത് കണ്ടോ? ഉമ്മ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഇവള് ചോദിക്കുന്നത്. അതെന്താ, അച്ഛൻ നോക്കുമ്പോ തരാലോ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചേക്കുന്നു. ഓ ഓ ഓ ഓ, സച്ചി ഇവിടെ ഉണ്ടല്ലോ. അർച്ചന സച്ചിയും വിളിച്ചു കാണും.